ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തെരുവുനായ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്ക്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മഞ്ചുമല സ്വദേശി ശരവണന്റെ മകൾ സജിനിക്കാണ് മുഖത്ത് കടിയേറ്റത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ഒരു തെരുവുനായ ശല്യം വലുതായി ഉള്ള ഒരു സ്ഥലമാണോ? പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഈ വണ്ടിപ്പെരിയാറിന്റെ ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ തോതിൽ തെരുവുനായ ശല്യം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഈ വണ്ടിപ്പെരിയാർ ജംഗ്ഷന് സമീപത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികൾക്കാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഞ്ചുമല സ്വദേശി ശരവണന്റെ മകൾ സജിനിക്കാണ് മുഖത്ത് കടിയേറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വള്ളക്കടവ് സ്വദേശി 5 വയസ്സുകാരി നിഹയ്ക്കും കടിയേറ്റിട്ടുണ്ട്. നിഹയ്ക്കയുടെ ഗുരുതരമായ പരിക്കല്ല, അതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ മഞ്ചുമല സ്വദേശി ശരവണന്റെ മകൾ സജിനിക്കാണ് മുഖത്ത് കടിയേറ്റത്. മുഖത്ത് വലിയ തോതിൽ പരിക്കുകളുണ്ട്. ഇവർ മാതാപിതാക്കൾക്കൊപ്പം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു തെരുവുനായ എത്തി ഇവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. മാതാപിതാക്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അവർ മാറ്റി. പക്ഷേ വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ നിന്നും ഈ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ മഞ്ചുമല സ്വദേശി ശരവണന്റെ മകൾ സജിനിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ പ്രദേശത്ത് വലിയ തോതിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ കാലങ്ങളായി പരാതിപ്പെടുന്നുണ്ട്. അതിലൊരു അടിയന്തര നടപടി വേണമെന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ വലിയ തോതിൽ ഹോട്ടൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട നടപടികൾ പോലും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഏതായാലും 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ 5 വയസ്സുകാരിയാണ്, ഒരാൾ 3 വയസ്സുകാരിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ മുഖത്ത് കടിയേറ്റ കുട്ടിയെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റൊരു കുട്ടിയെ വണ്ടിപ്പെരിയാർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി ആൽവിൻ.